സർ, ബഡ്ജറ്റിൽ പറഞ്ഞതിനകത്ത് ആദ്യ സെന്റൻസ് അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് കേരളം വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്. ദർ ഇസ് എ ടേക്ക് ഓഫ്, ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ളതല്ല. ബഡ്ജറ്റ് ആയാലും കണക്കുകളായാലും ഇവിടെ പറഞ്ഞത് കണക്കുകൾ വെച്ചിട്ടാണ്. സർ, 2016 UDF അധികാരത്തിൽ നിന്ന് പോയ സമയത്ത് ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ട് 2014 മുതലുള്ളതാണ്. 2014 മുതൽ കോവിഡിൻ്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ 22-23 ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട്. അതോടെ മനസ്സിലാക്കണമെന്ന്. അപ്പോൾ ആ 9 വർഷത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 9 വർഷമാണെന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും. സർ, ഇവിടെ പറഞ്ഞ ഒരു കാര്യം ടേക്ക് ഓഫ് ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? സർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അതിനു മുമ്പത്തുള്ള കണക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാർ കോവിഡിൻ്റെ സമയമായിരുന്നു. അതിനു മുമ്പത്തെ ഗവൺമെൻറ്റിനേക്കാളും നല്ല സ്പെൻഡിങ് നടത്തി, ഏറ്റവും കൂടുതൽ കോവിഡിനെ നേരിടാൻ സ്പെൻഡിങ് നടത്തിയതാണ്. 1,15,000 കോടി രൂപയിലധികമാണ് ഒരു വർഷം ശരാശരി സ്പെൻഡിങ് നടത്തിയത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിന് തുടർന്ന് കേന്ദ്രം എല്ലാം വെട്ടിക്കുറച്ചൊരു ഘട്ടത്തിൽ വന്ന ഗവൺമെൻറ് 1,64,000 കോടിയാണ് സാർ വാർഷികമായിട്ട് സ്പെൻഡിങ് നടത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് വല്ലാത്ത പണം അല്പം പോലും അധികം ചിലവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. 1,59,000 60,000 കോടി എന്നല്ലായിരുന്നു 3 വർഷം നിന്ന്. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഈ വർഷം സാർ മാർച്ച് അവസാനമാകുമ്പോൾ 1,78,000 കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. സാർ, 1,60,000 3 വർഷക്കാലം അങ്ങനെ പിടിച്ചു നിന്നിടത്തുന്നു. 1,78,000 എന്ന് പറഞ്ഞാൽ 18,000 കോടി രൂപ അധികമായി ചിലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ലക്ഷണമല്ലേ സാർ? എന്ന് മാത്രമല്ല സാർ, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി. 2 ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു